ഈ പുരുഷ കമ്മീഷൻ വന്നുകൊണ്ട് സ്ത്രീകൾക്കും കുട്ടികൾക്കും ദുർബല വിഭാഗങ്ങൾക്കും എന്താ ഗുണം? ഒരു ഗുണവുമില്ല. അപ്പൊ പുരുഷ കമ്മീഷൻ ഇപ്പോൾ ഒരുപാട് മനുഷ്യാവകാശ കമ്മീഷൻ ഉണ്ട്, മറ്റേ ഒരുപാട് കമ്മീഷനുകളുണ്ട്. വീണ്ടും ഒരു രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇതിന്റെ നേതൃത്വത്തിൽ ഒന്ന് ഊൺസടിക്കാന്നല്ലാതെ ഒരു ഗുണം ഉണ്ടാവില്ല. അല്ല, രാഷ്ട്രീയവൽക്കരിക്കുമല്ലോ. ഇപ്പോഴുള്ള നിലവിലുള്ള എല്ലാ കാര്യങ്ങളും അങ്ങനെയാണല്ലോ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു, വനിതാ കമ്മീഷൻ വന്നിട്ട് കുട്ടികൾക്ക് ഗുണം ഉള്ളതല്ല സാറേ. ഇവിടെ സതി നിർത്തലാക്കിയപ്പോ ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങളാണ് ഞാൻ അനുകൂലിച്ചേ. സതി നിർത്തലാക്കിയപ്പോ അപ്പൊ ഈ മറ്റേ ബന്ധമുണ്ടല്ലോ. ഇവിടെ ഒരു ദീപകിന്റെ ഒരു ഉമ്മൻചാണ്ടിയുടെ കാര്യം മാത്രം ഇവിടെ എത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. അതല്ലല്ലോ വിഷയം. വിഷയമല്ല. അപ്പൊ ഈ പുരുഷ കമ്മീഷൻ വന്നുകൊണ്ട് ഇവിടെ പുരുഷന്മാർക്ക് പ്രത്യേകിച്ച് ഒരു ഗുണം ഉണ്ടാവില്ല. ഇവർക്ക് മറുപടി ഇല്ലാത്തോണ്ട് കൺഫ്യൂസ് ചെയ്യുക. ഒന്ന് വെറുതെ കേട്ടു നോക്കുക. പുരുഷ കമ്മീഷൻ വന്നുകൊണ്ട് സ്ത്രീകൾക്കും കുട്ടികൾക്കും എന്താ ഗുണമെന്ന് എന്നാ തിരിച്ചു പോയിട്ടെ. വനിതാ കമ്മീഷൻ കൊണ്ട് പുരുഷന്മാർക്കും കുട്ടികൾക്കും എന്താ ഗുണം? ഉത്തരമില്ലാത്തോണ്ട് പുരുഷ കമ്മീഷൻ വരുന്നത് കൊണ്ട് വനിതകൾക്ക് സ്ത്രീകൾക്ക് കുട്ടികൾക്ക് ദോഷമുണ്ട്. അതാണ് പറയുന്നത്. അതായത് ചരിത്രപരമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗത്തിന് ദളിതല്ലാത്തോണ്ട് നിങ്ങളെ അല്ല ജാതി വെച്ചിട്ടാണ് ഇവിടെ പ്രത്യേകമായിട്ട് സംരക്ഷണം വിഭാഗമാണ്. അത് നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടല്ലേ പഞ്ചായത്ത് പ്രത്യേക സംരക്ഷണം ഭരണഘടന പ്രൊവൈഡ് ചെയ്യുന്ന പ്രത്യേക സംരക്ഷണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.